സോ വെൽക്കം ബാക്ക്. അപ്പോൾ ഐക്യൂയുടെ Z9X എന്ന 12,000-13,000 രൂപ റേഞ്ചിൽ ഒരു ബെസ്റ്റ് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പുതിയൊരു ഫോൺ കൂടി ഐക്യു ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഐക്യു Z9 എന്ന് പറഞ്ഞ 20,000 രൂപ റേഞ്ചിൽ ഒരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി അല്ലെങ്കിൽ ബെസ്റ്റ് ഗെയിമിംഗ് ഫോണായിരുന്നു. ആ റേഞ്ചിൽ ഗെയിമിംഗ് മാത്രമല്ല എല്ലാ റേഞ്ചിലും ഒരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോണായിരുന്നു. അപ്പോൾ 12,000-13,000 രൂപ റേഞ്ചിലേക്കും ഐക്യൂയുടെ Z9X വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ഡീറ്റെയിൽസും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒറ്റ വീഡിയോ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ പ്രൈസും വേരിയൻറ്റും പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ ബേസ് മോഡൽ എന്ന് പറഞ്ഞാൽ 4GB 128GB വേരിയൻ്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 12,999 ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. പക്ഷേ ഓഫർ പ്രൈസിൽ നമുക്ക് 11,999 കിട്ടുന്നതായിരിക്കും. ഇനി മിഡിൽ വേരിയൻ്റ് എന്ന് പറയുന്നത് 6GB 128GB ആണ്. ഇതിൻ്റെ പ്രൈസ് 14,499 ആണ്. ഹയർ വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ 8GB 128GB ആണ്. ഇതിൻ്റെ പ്രൈസ് 15,999 ആണ് വരുന്നത്. സോ 12,000-13,000 രൂപ റേഞ്ചാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് ആയിട്ട് വരുന്നത്. സോ ഓഫർ പ്രൈസിൽ നമുക്ക് 1000 രൂപ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് നമുക്ക് ഓഫർ പ്രൈസ് കഴിച്ച് നമുക്ക് 12,000 രൂപയ്ക്ക് ഫോൺ കിട്ടുന്നത്. അല്ല 11,999 നമുക്ക് ഫോൺ കിട്ടുന്നുണ്ട്. സോ ഇനി ഓവറോളായിട്ട് ഡീറ്റെയിൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ബിൽഡ് ആൻഡ് ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം കാണാൻ നല്ല ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ളൊരു ഫോൺ തന്നെയാണ്. ഒരു പ്ലാസ്റ്റിക്കിനാണ് ബിൽഡൊക്കെ കൊടുത്തിട്ടുള്ളത്. 199 ഗ്രാം വെയിറ്റും 8mm തിക്നെസ്സും ഒക്കെ തന്നെ വരുന്നുണ്ട്. കാണാൻ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള കാണാൻ നല്ല ഒരു ഫോൺ തന്നെയാണ്. അങ്ങനെ ഡിസൈൻ വൈസ് മോശം പറയാനൊന്നുമില്ല. നല്ല ഒരു ഡിസൈനാണ്. ബാക്കിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് മാത്രമേ വരുന്നുള്ളൂ. കാണാൻ നല്ലൊരു ലുക്കും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. സൈഡ് മൗണ്ട് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. IP64 വാട്ടർ റേറ്റിംഗ് വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് വിവോ T3Xലും ഈ ഒരു IP റേറ്റിംഗ് ഒക്കെ തന്നെ വരുന്നുണ്ട്. ഡ്യുവലായിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. സോ ബിൽഡ് ആൻഡ് ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ നല്ലൊരു കുഴപ്പമില്ലാത്ത പ്ലാസ്റ്റിക്കാണ്, ബട്ട് നല്ലൊരു പ്രീമിയം ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. ഡിസൈനും ബിൽഡിനും അങ്ങനെ കാര്യമായിട്ട് നമുക്ക് കുറ്റവും കാര്യങ്ങളൊന്നും പറയാനില്ല. സോ ഇറ്റ്സ് ഗുഡ്. ഇനി ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.72 ഇഞ്ചിൻ്റെ ഫുൾ HD IPS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. 120 Hz ഹൈ റിഫ്രഷ് റേറ്റും 1000 nits പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ തന്നെ വരുന്നുണ്ട്. സെൻട്രൽ അലൈനായിട്ട് പഞ്ച് ഹോളായിട്ടാണ് സെൽഫി ക്യാമറ ഒക്കെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഡിസ്പ്ലേ ഇറ്റ്സ് ബെറ്റർ. അമോലെഡോ സൂപ്പർ അമോലെഡോ ഒന്നും തന്നെ വരുന്നില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മറ്റു ഫോണിലൊക്കെ തന്നെ നമുക്കത് കിട്ടുന്നുണ്ട്. ബട്ട് ഇവിടെ നമുക്ക് ഹൈ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. ബട്ട് LCD പാനലാണ് കൊടുത്തിട്ടുള്ളത്. അതുമാത്രം നമുക്കൊരു പോരായ്മയായിട്ട് എടുത്ത് പറയാൻ പറ്റിയൊരു കാര്യമാണ്. ബട്ട് ഇതൊരു ഗെയിമിംഗ് സെൻട്രിക് ആയിട്ട് ഇറക്കിയ ഫോൺ ആയതുകൊണ്ട് നമുക്ക് ഡിസ്പ്ലേയിൽ ചെറിയ രീതിയിലുള്ള ഒരു കുറവൊക്കെ തന്നെ എന്തായാലും വരുന്നതായിരിക്കും. അപ്പം ഡിസ്പ്ലേയിലെ കാര്യത്തിൽ നമുക്ക് ഒരു കുറവുണ്ട്. അമോലെഡ് അല്ലെങ്കിൽ OLED ഡിസ്പ്ലേ ഇല്ല എന്നുള്ളത് ഒരു കുറവ് തന്നെയാണ്. സോ ഡിസ്പ്ലേ പറ്റി അതാണ് പറയാനുള്ളത്. ദെൻ ക്യാമറ 15 MB ആണ് പ്രൈമറി ക്യാമറ. പിന്നീട് 2 MB ഡെപ്ത് ക്യാമറയും റിയറിൽ കൊടുത്തിട്ടുണ്ട്. 8 MB ആണ് സെൽഫി ക്യാമറ വരുന്നത്. റിയർ ക്യാമറയിൽ നമുക്ക് 4K വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്യാമറ സ്പെക്ക് കേട്ട സമയത്ത് ഒരു നോർമൽ ക്യാമറ ആണെങ്കിൽ പോലും നമുക്കിതിൽ 4K വീഡിയോ റെക്കോർഡിംഗ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഐക്യു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് ബെറ്റർ ആയിട്ടുള്ള നല്ല കാര്യം തന്നെയാണ്. ബാക്കിയെല്ലാം തന്നെ ഒരു ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഫോണിന് വരുന്നതായിരിക്കും. ഈ ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇറ്റ്സ് ഗുഡ്. അത്യാവശ്യം നല്ലൊരു ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട്. ദെൻ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ Qualcomm Snapdragon 6 Gen 1 എന്ന പ്രോസറാണ് ഈ ഒരു ഫോണിൽ കൊടുത്തുള്ളത്. ANTU ബെഞ്ചുമാർക്ക് സ്കോർ എന്ന് പറയുന്നത് 5,16,000 എബോ ആയിട്ടാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗെയിമിംഗ് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ് ഐക്യൂയുടെ Z9X എന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ വിവോ T3Xലും ഇതേ സെയിം ആയിട്ടുള്ള പ്രോസർ തന്നെയാണ് വരുന്നത്. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഫോൺ തന്നെയാണ്. അതിന് യാതൊരു തരത്തിലുള്ള സംശയവും പറയാനില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ വരുന്നതിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ് ഈ ഒരു Qualcomm Snapdragon 6 Gen 1 എന്ന പ്രോസർ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഈ ഒരു ANTU ബെഞ്ചുമാർക്ക് സ്കോർ കണ്ട സമയത്ത് തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു പെർഫോമൻസ് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിലൊന്നും നമുക്ക് യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും പറയാനില്ല. പിന്നീട് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് വരുന്ന Android 14 ആണ്. ഫൺ ടച്ച് OS 14 ആയിട്ടാണ് ഇൻ്റർഫേസ് ആയിട്ട് വരുന്നത്. പിന്നീട് 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റും ഐക്യു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഗുഡ്. ഇപ്പോൾ അത്യാവശ്യം എല്ലാ ഫോണിലും ഒരു ട്രെൻഡിങ് ആണല്ലോ ഈ ഒരു അപ്ഡേറ്റ് എത്രത്തോളം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഫോണിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഐക്യു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
പെർഫോമൻസിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും പറയാനില്ല. സോ ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ദെൻ ബാറ്ററി ആൻഡ് ഫാസ്റ്റ് ചാർജിനെ പറ്റി പറയുകയാണെങ്കിൽ 6000 mAh ബാറ്ററി, 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടാണ് നമുക്ക് വരുന്നുണ്ട്. ഇൻ ദ ബോക്സ് തന്നെ നമുക്ക് വരുന്നുണ്ട്. അത് രണ്ടും പറയാം. അപ്പോൾ ബോക്സിൽ തന്നെ നമുക്ക് സംഭവം കിട്ടുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ 12,000 13,000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ബെസ്റ്റായിട്ടുള്ള ഡിസൈൻ, നമുക്ക് നല്ല ഡിസൈൻ വരുന്നുണ്ട്. ബിൽഡ് കുഴപ്പമൊന്നുമില്ല, ഡിസ്പ്ലേയും കുഴപ്പമില്ലാത്തതാണ്. നമുക്ക് OLED ഡിസ്പ്ലേ ഒന്നും വരുന്നില്ല, LCD പാനൽ തന്നെയാണ് വരുന്നത്. അതൊരു പോരായ്മയാണ്. പെർഫോമൻസ് ഉഗ്രനാണ്. ക്യാമറ ഇറ്റ്സ് ഓക്കെ, പക്ഷെ നമുക്ക് 4K വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ തന്നെ വരുന്നുണ്ട്. ബാക്കി ക്യാമറ പെർഫോമൻസ് ഒക്കെ നോർമലായിരിക്കും. നല്ല ബാറ്ററി ആൻഡ് ഫാസ്റ്റ് ചാർജിങ് ഒക്കെ തന്നെ വരുന്നുണ്ട്. സോ ഈ ഒരു ഫോൺ മെയിനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് ഗെയിമേഴ്സിനാണ്. കാരണം ഗെയിമിംഗ് പെർഫോമൻസ് എന്ന് പറയുന്നത് ബെസ്റ്റ് ലെവലാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്ന് പറഞ്ഞത്. അപ്പം ഗെയിമൊക്കെ കളിക്കാൻ ഉദ്ദേശിച്ച ഒരു ബെസ്റ്റ് ഗെയിമിംഗ് ഫോണൊക്കെ തന്നെ ഈ ഒരു 12,000 13,000 രൂപ റേഞ്ച്, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അണ്ടർ 15,000 നോക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് പെർഫോമൻസ് ഓറിയൻ്റ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ് iQOO Z9X എന്ന് പറയുന്നത്. അപ്പം ഗെയിമൊക്കെ കളിക്കാൻ ഉദ്ദേശിച്ച് വാങ്ങുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, പോയിട്ട് വാങ്ങാം. യാതൊരു തരത്തിലുള്ള കൺഫ്യൂഷൻ അതിലില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്യാമറ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം പോയിട്ട് വാങ്ങാം, ക്യാമറയും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വാല്യൂ ഫോർ മണി ഫോൺ തന്നെയാണ് iQOO Z9X എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ദിസ് ഇസ് ഫ്രം അഭിനവ് സൈനിങ് ഓഫ്. ബൈ.